ഹായ് ഗായ്സ്. ഓ ഹെഡ്സെറ്റ് ഒക്കെ നോക്കുക. ഹായ്, ഇതാരാ നോക്കിയതാ? ആ, അവന്റെ അമ്മ അവിടെ ഉണ്ടെന്ന്. ഇതാണ്ട് അമ്മ ഇങ്ങ് വാ. ആരാ ആരാ ഇത്? അമ്മ ഇങ്ങ് വാന്നേ. ഇത് അവന്റെ അമ്മ. ഇവിടെ അണ്ണനുണ്ടോ എന്ന് ചോദിച്ചവരുടെ പ്രത്യേക അണ്ണനില്ല. ദേവൂട്ട സ്ക്രീനില് ദേവൂട്ടനെ കണ്ട. ഹായ് ഗായ്സ്. ഹായ്. ഉമ്മ കൊടുക്കും കൊടുക്കും. അതൊരു പെണ്ണ്. ഉമ്മ കൊടു എല്ലാവർക്കും ഉമ്മ. അത് നമ്മള്. അത് അമ്മ. ഇതൊരു പെണ്ണ്. ഉമ്മ കൊടുത്തേ. ഇവർക്ക് എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുത്തേ. ഓ, മൂടൊക്കെ തിരിഞ്ഞിരിക്കുവാണ്. ഉറങ്ങാനുള്ള പരിപാടി. പറ ഒരു ഉമ്മ കൊടുത്തേ. എല്ലാവർക്കും ഉമ്മ കൊടുത്തേ. ഉമ്മ കണ്ടോ? ഒരു ഹായ് കൊടു. ഇതോ ഇത് പ്രായമായത് കാരണം പെടലില് പില്ല് വെച്ചിരുന്നു. അവരുടെ നാണം. നിനക്കൊക്കെ ഈ പ്രായത്തിൽ പെടലി വേദന വന്നോടിയത്. അത് ഇത് ഹെഡ്സെറ്റ്. എല്ലാരും ഉണ്ട് ഇവിടെ. ഇത് ഹെഡ്സെറ്റ്. അണ്ണനെവിടെ? അണ്ണന്റെ പരിപാടിക്ക് ചോദിക്കും. ഞങ്ങളുടെ എല്ലാരും ഭർത്തകന്മാർ പോയി. നിന്റെ ഭർത്താവ് എവിടെ പോയേ? ഇത് ഹെഡ്സെറ്റ്. ദേവട്ടന് ഹെഡ്സെറ്റ് വേണോ? കഷായം വാങ്ങേണ്ട സമയമായി. ആർക്ക് കൊടുക്കാൻ? RCB ഗബ്രീന്ന്. കൊച്ചിനെല്ലാം അറിയാവേ. കണ്ണറിയാം. നമ്മള് ഇപ്പൊ ഗബ്രു പറഞ്ഞ വാക്ക് ഇവന്റെ മുമ്പിൽ ഉപയോഗിക്കാറില്ല. THUP എന്നാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും. ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ആളുണ്ട്. കാരണം ഇത് അവരുടെ റൂമാണ്. ഞാൻ ഇന്ന് വാടകയ്ക്ക് എടുത്തത് ഒരു 2 മണിക്കൂറത്തേക്ക്. ഇപ്പൊ പറഞ്ഞ ആ വേടില്ലേ, അത് നമ്മളിവിടെ പറയാറില്ല. THUP ഇത് മാത്രമേ പറയാറുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങുമെന്ന്. പിന്നെ ഒരു 1/2 മണിക്കൂറത്തേക്ക് നീണ്ട THUP ആയിരിക്കും. അതുകൊണ്ട് നമ്മളത് പറയാറില്ല. ബാക്ക്ഗ്രൗണ്ടിൽ കെട്ടിമറിയുന്ന ആളുകൾ ഇതൊക്കെയാണ്. എന്റെ വീടായിരുന്നു ഇത്. എന്റെ വീടായിരുന്നു. ഇപ്പൊ ഇതാണ് വീടിന്റെ അവസ്ഥ. ഞാനിപ്പോ പുറത്താണ് കിടക്കുന്നത്, ഹാളില്. ഈകളില്ലേ? ഈകളൊക്കെ ഈകളിന് ഇവിടെ പരിപാടിക്കാണല്ലോ വന്നത്. അവൻ അതിന് പോയി. ഈകളൊന്നും ഇല്ല. ഇതാണ് ഞാൻ 2 മണിക്കൂറത്തേക്ക് എന്റെ റൂം വാടകയ്ക്ക് എടുത്തതാണ്. അത് കഴിഞ്ഞപ്പോ കൊടുക്കണം. വേഗം ലൈവ് അവൻ ഉറങ്ങേണ്ട സമയമായി. കൊച്ചിനെ കരയിപ്പിച്ചു. സക്സസ്ഫുള്ളി ഗബ്രി കരയിപ്പിച്ചു. എന്ത് മനുഷ്യനാന്നോ കൊച്ചിടിച്ചപ്പോ തിരിച്ചിടിച്ചിരിക്കുന്നു. ചേച്ചി മാറിയിരിക്കും. ഞാൻ ഹാളിലോട്ട് ഇരിക്കട്ടെ. ഇവിടുത്തെ ഈ റൂമിൽ ഒരു ക്യാമറ വെച്ചിരിക്കാം. ഇന്നത്തെ സ്ട്രീം ഇവളിടാന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് ഞാനില്ല, എലി ഇന്ന് ഇടണ്ട, അവളിടാന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ചേട്ടൻ സമ്മതിക്കുന്നില്ല. ഹായ് പറ എല്ലാവർക്കും. ഹായ് പറ. ശല്യം ചെയ്യല്ലേ ചേച്ചി. ധർമ്മം അങ്ങനെ പ്രസ് ചെയ്യണോ? ബാക്കി ഉമ്മ കൊടുക്ക്. അപ്പൊ ലൈവ് ഇപ്പൊ എൻഡ് ആവുവേ. കഴിഞ്ഞു പരിപാടി. ആഡ് സ്ക്രീൻ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ശരി, അവൻ എവിടെയൊക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. മോനെ ഇതില് മാത്രം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ. അവൻ കാര്യമായി കീബോർഡിനകത്ത് പ്രസ് ചെയ്യുന്നു. അവനെ കാണുന്നുണ്ട്. എലി മാറിയിട്ട് അണ്ണൻ എഴുതാൻ അണ്ണം വേണ്ടേ? ആരാണ് എല്ലാരും ശരിയാക്കൂട്ട് പറയുന്നത് കേട്ടാ? ഇത് ആക്ച്വലി ഇത് ദേവൂട്ടന്റെ ലൈവാണ്. ഞാൻ കസേരയിൽ
അതായിരിക്കും നല്ലത്. സീറ്റ് ബെൽറ്റ് കൂടി ഓ, എന്തൊക്കെയോ സൗണ്ട് എന്റെ ഹെഡ്സെറ്റ് കേൾക്കുന്നുണ്ട്. ഏതൊക്കെ വരുന്നുണ്ട്. മാറ്റി വെട്ടി പോവാം. മതി. എവിടെയാ വയറില്ലാതെ മയക്കെടുത്ത നമുക്ക് എറിഞ്ഞു കളിക്കാം. ദേവൂട്ടിനെ കണ്ട അവിടെ മൗസ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. OBS സ്റ്റാർട്ട് എനിവേ ക്യാൻസൽ ലൈവ് കഴിഞ്ഞു. OBS റീസ്റ്റാർട്ട്. ഹായ് പറ. ഹായ്. ഉമ്മ കൊടുക്ക്. ഇത് കൊടുക്ക് ഉമ്മ. ഉമ്മ കൊടുത്തേ. എനിക്ക് ആർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മടി പോവാം. കഴിഞ്ഞു. മാമി ലൈവ് എടുത്തേ. എല്ലാരുടെ അടുത്തും പറ ദേവൂട്ടന് സുഖമാന്ന് പറഞ്ഞേ. കണ്ണെന്തേന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. കണ്ണെന്തേന്ന് കാണിച്ചു കൊടുത്തേ. അവന് സമയമില്ല, അവനൊന്നിനും സമയമില്ല. കണ്ണ് കാണിക്ക്. കണ്ണ് കാണിച്ച് കണ്ണ് ഭയങ്കര ഈശ്വര ഭക്തിയാ. മിനിറ്റിന് പ്രാർത്ഥിക്കും സ്വാമി. സ്വാമി മാമിക്ക് സന്തോഷവും സമാധാനവും കാശും തരണേ സ്വാമി. പ്രാർത്ഥിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ സ്വപ്നിച്ചു. ഞാൻ എന്ന സ്ക്രീൻ രണ്ടായി. എനിക്ക് പോലും ഇത്ര അറിയില്ലടാ. നിനക്ക് ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയണ്ടല്ലോ. മൂടൊക്കെ ഇവന് ഉറങ്ങാൻ പോയതാണ്. ആക്ച്വലി ഇവന് ഉറങ്ങേണ്ട സമയമായിരുന്നു. ഉമ്മ കൊടുക്ക്. അത് കീബോർഡ്. ഉമ്മ കൊടുത്തു. കീബോർഡ് എനിക്കല്ല, മാമിക്ക്. അത് കീബോർഡ്. അത് കീബോർഡ്. അതെനിക്ക് ഞാൻ പോകാറ്. കാറ് വേണോ? കാറ് വലിയ കാർ തരുമോ? അത് വലിയ കാറ് തന്നെ നോട്ട്. അവനത് വേണ്ട. ഇത് വേണ്ടവന്. എടാ ആ വീട് പറയല്ലേ. ആ വീട് നിങ്ങൾ പറയല്ലേ. ദൈവത്തെ ഓർത്തോടെ പറയല്ലേ. മാത്രം കാണിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ദേവൂട്ടിന് മാത്രം കാണിക്കാൻ അവന്റെ ഒരു ആഗ്രഹമല്ലേ. ഇരുത്ത്. ബാക്കി എല്ലാവരും ഇരുത്ത് അവനെ ചേറിലിരുത്ത്. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇതിപ്പോ പോവും. ഇല്ല നമ്മള് ചാടില്ല. നീ എന്താന്ന് വെച്ച് ചെയ്തു. വെൽക്കം ടു മൈ ലൈവ് പറ. ഹായ് പറ എല്ലാവർക്കും. ഹായ് പറ. ഹായ് പറ. സമയമില്ല. ഞങ്ങളെന്താ പോട്ടെ. നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തു. ഉമ്മ കൊടുത്തേ. കാറ് വേണോ? ഗിവ് അവേ. താങ്ക് യു. ഗിവ് അവേ. ഹായ് പറ എല്ലാവർക്കും. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഇവിടെ ഹായ് പറഞ്ഞേ. ഞാനിവിടെ ഇരുന്നോളാന്ന്. ശരി എന്നാ. ശരി ഗൈസ്. എന്നാ നിങ്ങൾ നടത്തിട്ട് നടക്കണം. നമുക്ക് നിങ്ങളെ ഇച്ചിരി ഇച്ചിരി പാലലക്കി കൊടുത്താൽ ഇച്ചിരി ആരാന്ന് വെച്ചാൽ ചാറ്റിലുള്ള ആരെങ്കിലും ഇച്ചിരി പാല് കലക്കി കൊടുക്കണേ. അത്രേ ഉള്ളൂ. രാത്രി ഇച്ചിരി കഞ്ഞി തരുമോ? നിന്റെ ചന്തി ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ആളുകളെ നിന്റെ ബാക്ക് കാണുന്നു. തിരിഞ്ഞേക്ക്. അതിനിപ്പോ ഒന്നും സമയമില്ല. ഇവിടെ രണ്ടുപേരും സൈഡിൽ നിന്ന് കളിക്കണ്ട്. കാർ ഇങ്ങോട്ട് തരുമോ? നമുക്ക് തരുമോ? എടാ ആളുകൾ വന്നിട്ട് കൊടുക്ക്. കഴിഞ്ഞ ലൈവ് കഴിഞ്ഞു. ദേവൂട്ടന്റെ സോളോ ലൈവ്. അതൊക്കെ നമ്മളെന്താ അതാരാണ്? അത് മൗസ്. ഇനി നമുക്ക് മൗസ്. ടാറ്റ കൊടുക്ക്. ഇരിക്കട്ടെ. ഇരുന്നോട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞ് കാണാൻ ഞങ്ങൾ ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് എന്താണ് ഇന്നില്ല കേട്ടോ. നമ്മള് പരിപാടി കഴിഞ്ഞു. എടാ ഈ THUP എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് നിങ്ങൾ പറയല്ലേ അവനോട്. നമുക്ക് ആ വേർഡ് പോലും വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവനോട് ചോദിച്ചു നോക്ക്. അത് പറഞ്ഞു കഴിഞ്ഞാൽ
തീർന്ന്. ആഹാരം പോലും പിന്നെ കഴിക്കൂല. ഓക്കെ പോവാ. ഞങ്ങൾ പോവാണേ. ബൈ പറഞ്ഞ ബൈ പറ. ബൈ ബൈ. ടാറ്റാ. ബൈ പറ. അത് തന്ന സ്കൈ ഡ്രീമർ ചേട്ടന്റെ നെഞ്ചാണ് ഇപ്പൊ പൊട്ടിയത്. ഒന്നും സ്കൈ ഡ്രീമർ ചേട്ടന്റെ. സോറി പറ. ഡോർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഡോർ അടഞ്ഞു. അടഞ്ഞായിരുന്നു. ഓ തുറന്നു പോയോ? തുറക്ക് അടയ്ക്കുക. എങ്ങോട്ട്? ഹായ്, കൊച്ചിനൊരു ടോയ് വാങ്ങി കൊടുക്കാൻ അതിനുള്ളതാണ്. ഓ സാഗുരു. നമ്മള് അത് ഇഷ്ടമായില്ല. വേണ്ട ഞാൻ എടുത്തോളാം. നീ കരയണ്ട, നിനക്ക് ടോയ് വാങ്ങി തരുന്നില്ല. ഞാൻ എടുത്തോളാം, കരയണ്ട. അവന് ഇഷ്ടമായില്ല. ആ 100 AD അങ്ങോട്ട് ഇഷ്ടമായില്ല. അവൻ പറഞ്ഞു അവൻ എലി എടുത്തോളാം. അത് കരഞ്ഞ്. ഞാൻ നാളെ പോയി ടോയ് വാങ്ങിച്ചു കൊടുക്കാട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോട്ടെ. ബൈ ബൈ. ബൈ പറ ദേവൂട്ടാ. ടാറ്റാ. അവൻ ആ കാറിനകത്തായി പോയി. കാർപ്രാന്തൻ ഓൾറെഡി ആണല്ലോ. അതെ ഇല്ല, മോൻ വെച്ചോ. ഞങ്ങൾ അങ്ങോട്ട് ഇടയ്ക്ക് വാ. ഇടയ്ക്ക് ഞങ്ങൾ വരാം. ഉറങ്ങാൻ പോവാ. കൊച്ചു ഉറങ്ങട്ടെ കുറച്ച്. നീ വേണ്ട, ധർമ്മൻ മതി എന്നൊക്കെ. ഞാൻ ഈ റൂം 2 മണിക്കൂറത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നത്. ഇപ്പൊ അവരാണ് ഈ റൂം എടുത്തേക്കുന്നത്. ഞാൻ അവരുടെ 2 മണിക്ക് റൂം വാടകയ്ക്ക് എടുത്തിട്ട് ചത്തില്ല എന്നറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഉമ്മതാ. പോയി അവന്റെ ഒരു കാര്യം പറയട്ടെ. നമുക്കിവിടെ തുപ്പെന്ന് പറയുന്ന ഒരു വേർഡ് പറയാൻ പറ്റത്തില്ല. വേർ ഇസ് ബിഗ് ധർമ്മൻ എന്നൊക്കെ. എടാ അവനെന്തോ കോൺസേർട്ട് ഇല്ലേ, അതിന് പോയിക്കാണ്. ഇവിടെ ആരുമില്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. എന്നെ ജോക്ക് വിളിക്കുന്നു. എന്തോ ഒരു കഷ്ടമാണോ എന്തോ. ജോക്ക് വിളിക്കുന്നു. ധർമ്മന്റെ ഹായ് മോളെ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഹായ് ചേട്ടാ, സുഖാണല്ലോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖമാണോ? സുഖാണല്ലോ ചേട്ടൻ, സുഖാണോ? എടി ആ മൈക്ക് എടുത്താ കുഞ്ഞിന്റെ വായിക്കാത്തോട്ട് വെച്ചോട്, അതും പറയുന്ന കേക്കുന്നില്ല. ചേട്ടന് സുഖാണോ? സുഖാണ് മോളെ. എന്താണ് പരിപാടി? ചായ കുടിക്കുവോ? ചായ നിങ്ങൾ എന്നാ റിട്ടയർഡ് മറ്റന്നാളോ നാളെ? അറിയില്ല. ജോക്കിക്ക് വയറിളക്കം. എന്തുവാ പെണ്ണും പിള്ളേ, എനിക്ക് വയറിളക്കം ഒന്നുമില്ല. എന്ത് പറ്റി ചേട്ടാ? മോളെ അത് ഫുഡ് പോയിസൺ അടിച്ചു മോളെ. ഫുഡ് പോയിസൺ. നിങ്ങൾക്കൊക്കെ ഈ കുടുംബത്തോട് ഫുഡ് പോയിസൺ എങ്ങനെയാ വരുന്നേ? എനിക്കറിയത്തില്ല എന്റെ മോളെ, ഓരോരോ പ്രശ്നങ്ങളാണ്. നിങ്ങള് പുറത്തൊന്നും പോയില്ല? നാളെ പോയിനി? ഡിസൈഡ് ചെയ്തിട്ടില്ല, നോക്കാം. എന്തുവാണ് ഇവിടെ? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? തോന്നിയിട്ടില്ല. ഓ, എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സെലിബ്രേഷൻ ആയി പോയി. നമ്മളിതൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നു കേട്ടോ. നമ്മളെ പറഞ്ഞ പറഞ്ഞില്ല. എലി നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു. ഇല്ല, സാധാരണ എനിക്ക് നൈറ്റ് 12 മണിയാകുമ്പോഴത്തേക്കും ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ആള് കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ട്. പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ചേട്ടാ, എല്ലാരും പറയുന്നത് ട്വിൻസ് ആണോ ഞങ്ങള്? ആണോ? ആരാ നിങ്ങളോ? നിങ്ങളെ മോൾ അത്രയും വൃത്തിയായിട്ടില്ല കേട്ടോ. എന്താ ചേട്ടാ അങ്ങനെ ടോക്ക്? എന്താ പറഞ്ഞ അവളുടെ ഒരു വൃത്തിയുടെ പോക്കില്ല. മോളെ പിന്നെ കുറച്ച് ഭംഗിയുണ്ട്. വേണ്ട, ഞാൻ പോട്ടെ. ദേവൂട്ടം കരയുന്നേട്ടാ. ഓക്കെ പോയിട്ടോളൂ. അവന് ഉറക്കാത്തതാ. ഇനിയിപ്പോ 9 മണിക്ക് ഉറക്കാം. ജോക്കി ഹായ്. എന്റെ പൊന്നലി കുഞ്ഞാകുമ്പോ ഉറങ്ങും. നമ്മ പയ്യൻ അങ്ങനെയാണ്. നമ്മുടെ പയ്യൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വിട്ടേക്കുന്നത്. നമ്മുടെ രാത്രി ഉറങ്ങാതിരുന്ന് രാവിലെ ഉറങ്ങുന്ന ഒരു ടീമാണ് അവൻ. അല്ല, ടിൻസാന്ന് പറഞ്ഞപ്പോ പാജൂസ് ചോദിച്ചു ഞങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ടോ ചോദിച്ചോ. ഞാൻ പറഞ്ഞ മോക്ക് അത്ര വൃത്തിയേടില്ല, അവളുടെ അത്ര വൃത്തിയേടില്ല എന്ന് പറഞ്ഞു. ഫേസ് ക്യാം കൊടുക്കട്ടെ. ആ